പരിപ്പുവടേ പക്കാവടേ ചേട്ടാ പരിപ്പുവട സ്വർണ്ണേട്ടൻ ജാനു സ്വർണ്ണേട്ടൻ എന്താ ഇവിടെ? എൻ്റെ വീടാണിത്. അത് അല്ല, നീ ഒരു ബിസിനസ്സുകാരനെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി പോയതല്ലേ, പിന്നെന്താ ഇങ്ങനെ? ബിസിനസ്സുകാരൻ തന്നെയാണ്, പരിപ്പോട ബിസിനസ്. അതുകൊണ്ട് ഇപ്പൊ 3 നേരം പരിപ്പോട നിന്ന് ജീവിക്കാം. 3 നേരം പരിപ്പോടെ? എന്നാൽ ഇത്തിരി ഇഞ്ചി കൂടുതലിട്ട് ഉണ്ടാക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഗ്യാസിന്റെ അസ്കിത ഉണ്ടാവും. സ്വർണ്ണേട്ടൻ പരിപ്പോട 2 മേടിക്കുവോ? വൈകുന്നേരം ടൈം ആയില്ലേ, നീ വീട്ടിലേക്ക് വാ. അമ്മ 2 കടിയെങ്കിലും മേടിക്കാതിരിക്കില്ല, ചായയും കുടിക്കാം. അമ്മേ അമ്മേ. എന്തൊക്കെയുണ്ട് വിശേഷം? ദാരിദ്ര്യമാണ് അമ്മേ. ഇവൾക്കിപ്പ പരിപ്പുട ബിസിനസ്സാണ്. അമ്മ 3-4 പരിപ്പുട എടുത്ത് സഹായിക്കണം ഇവളെ. 3-4 ഇത് മുഴുവനും ഞാൻ മേടിക്കും. ഇങ്ങാട് താമോളെ. പരിപ്പോടെ ഒരെണ്ണം പോലും ചെലവാതെ ഞാൻ വിഷമിച്ചിരിക്കണായിരുന്നു. അപ്പോഴാണ് അമ്മ അത് മുഴുവനും മേടിച്ചത്. സന്തോഷമായി. സ്വർണ്ണേട്ടൻ വലിയൊരു നിലയിലായല്ലേ? ആ, എനിക്കിപ്പോ സ്വർണത്തിന്റെ പണിയാണല്ലോ. സ്വർണത്തിനാണെങ്കിൽ നല്ല വിലയും. അതാ. എന്നാ ശരി മോളെ, അടുക്കളയെ കുറിച്ച് പണിയുണ്ട്, ഞാൻ ചെല്ലട്ടെ. അയ്യോ, അമ്മ കാശ് തരാൻ മറന്നതല്ല, നീ എന്റെ മകനെ പറ്റിച്ച് ഒരുപാട് പരിപ്പോടും ചായം കഴിച്ചതല്ലേ, ആ കണക്കി കൂട്ടി വെച്ചാൽ മതി. നീ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. അമ്മ എന്ത് പണിയാ കാണിച്ചത്? എടാ മകനെ, നീ ഇപ്പോഴും പൊട്ടനാണ്. വാ, അമ്മ ചായ വെക്കാം. 2 പരിപ്പോട തിന്നുമ്പോ നിന്റെ സങ്കടം മാറും.